തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിനെ എടുത്ത് പരിശോധിക്കുമ്പോൾ ഒരു രൂപ പോലും ഈ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടില്ല. കുത്താമ്പള്ളിയിലേക്ക് പൈതൃക പദ്ധതി എന്ന് പറഞ്ഞിട്ട് 2 കോടി രൂപയാണ് വെച്ചിരിക്കുന്നത്. അത് പാലത്തിൻ്റെ ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തുന്നുണ്ട്. അതിലേക്ക് 2 ബസ് സ്റ്റോപ്പുകളോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും നവീകരിച്ചുകൊണ്ട് ആ 2 കോടിയുടെ പദ്ധതിയും കണക്ക് കാണിച്ചുകൊണ്ട് പോകാനാണ് സാധ്യത. കൈത്തറി മേഖലയായ കേരളത്തിലെ അറിയപ്പെടുന്ന കൈത്തറി മേഖലയായ കുത്താമ്പള്ളിയെ വലിയ രീതിയിൽ അവഗണിച്ചുകൊണ്ടാണ് ഈ പദ്ധതി. കാർഷിക മേഖലയിൽ വലിയ രീതിയിൽ ഊന്നൽ കൊടുക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് തിരുവില്ലാമല ചേലക്കര മണ്ഡലം. ഇതിനെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. റവന്യൂ പദ്ധതികളിൽ ഒന്നും തന്നെ തൊട്ടു തീണ്ടാത്ത ബഡ്ജറ്റ്, പട്ടികജാതി പിന്നോക്ക വിഭാഗങ്ങളിൽ ഒന്നും തന്നെ തൊട്ടു തീണ്ടാത്ത ബഡ്ജറ്റ്, ക്ഷേമ പ്രവർത്തനങ്ങളിൽ തൊട്ടു തീണ്ടാത്ത ബഡ്ജറ്റ്, അതുപോലെ തന്നെ ജലസേചന വകുപ്പുകൾക്ക് തൊട്ടു തീണ്ടാത്ത ബഡ്ജറ്റ്, കർഷക സംവിധാനങ്ങൾക്ക് തൊട്ടു തീണ്ടാത്ത ബഡ്ജറ്റ്. ഇത്ര അധികം കേവലമായിട്ടുള്ള ഒരു ബഡ്ജറ്റ്, നാട് കാണാത്ത ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ഒരു വോട്ടിനെ കേവലമായിട്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മാത്രം മുന്നോട്ട് കണ്ടുകൊണ്ടിട്ടുള്ള ഒരു ബഡ്ജറ്റാണ്. ഈ ബഡ്ജറ്റിനകത്ത് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ബാലഗോപാലൻ അവതരിപ്പിച്ച ബഡ്ജറ്റിനകത്ത് നമ്മളെടുത്ത് പരിശോധിച്ചാൽ അറിയാം, 99.9% കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ ആകപ്പാടെ വെട്ടിച്ചുരുക്കിക്കൊണ്ട് 7 ദിവസം 8 ദിവസം വരുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിരവധിയാർന്ന പദ്ധതികൾ 5 ദിവസത്തേക്കും 4 ദിവസത്തേക്കും ആരോഗ്യ മേഖലയിൽ ഉൾപ്പെടെ റോഡ് അപകടങ്ങളിൽ ഉൾപ്പെടെ നമ്മളത് തിരിച്ചറിയാതെ പോകരുത്. അത്തരത്തിൽ കേവലമായിട്ടുള്ള ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ഈ ജനങ്ങളെ ആകെ കബളിപ്പിക്കുന്ന ഒരു നടപടിയാണ്. കഴിഞ്ഞ ബഡ്ജറ്റിൽ നമ്മൾ കണ്ടു, 2024-2025 ബഡ്ജറ്റിൽ ഓരോ വീട്ടിലും ലാപ്ടോപ്പ് എന്നുള്ള പ്രഖ്യാപനം ഉണ്ടായിരുന്നു. ഏത് വീട്ടിലാണ് ലാപ്ടോപ്പ് കിട്ടിയിരിക്കുന്നത്? നമ്മളൊന്ന് പരിശോധിക്കേണ്ടത്. ഓരോ കുട്ടികൾക്കും പഠന സംവിധാനത്തിനായിട്ടുള്ള പഠനമുറികൾ വലിയ രീതിയിൽ വാഗ്ദാനം ചെയ്തു. എത്ര വീട്ടിലാണ് ഒരു പഞ്ചായത്തിനകത്ത് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞത്? ഇതിലെല്ലാം തന്നെ ഇത്തരം ബഡ്ജറ്റുകൾ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്ന ബഡ്ജറ്റ് വലിയ രീതിയിൽ ഇൻഷുറൻസ് മേഖലയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. ഇൻഷുറൻസ് മേഖലയ്ക്ക് പൈസ സമ്പാദിച്ചു കൊടുക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു ഏജന്റായിട്ട് ഈ ഗവൺമെൻറ് മാറിയിരിക്കുന്ന ഒരു പദ്ധതിയാണ് ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത്. എത്രത്തോളം ആരോഗ്യ ഇൻഷുറൻസ് കേന്ദ്ര ഗവൺമെൻറ് പദ്ധതികളിലുണ്ട്, എത്രത്തോളം പോസ്റ്റ് ഓഫീസ് പദ്ധതികളുണ്ട് ഇൻഷുറൻസ് മേഖലയിൽ. ഇതിനെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് ഈ കേരള ഗവൺമെൻറ് ഇൻഷുറൻസ് മേഖലയിൽ വലിയ രീതിയിൽ പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആരെ സാധൂകരിക്കാനാണ്, ഏത് കോർപ്പറേറ്റ് മുതലാളിമാരെ സംരക്ഷിക്കാനാണ് ഇത്തരത്തിലുള്ള ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ഈ കേരളത്തിനെ വെല്ലുവിളിക്കുന്ന രീതിയിൽ, കേരള ജനതയെ വെല്ലുവിളിക്കുന്ന രീതിയിൽ ഈ ബഡ്ജറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്? നമുക്കറിയാം, ചേലക്കര മണ്ഡലത്തിനകത്ത് നിരവധിയാർന്ന പ്രശ്നങ്ങളുണ്ട്, നിരവധിയാർന്ന കർഷകരുണ്ട്. ഇവർക്കൊന്നും തന്നെ ആനുകൂല്യമില്ലാത്ത അല്ലെങ്കിൽ നിരവധിയാർന്ന പ്രഖ്യാപനങ്ങൾ നേരത്തെ നടത്തിയിട്ടുണ്ട്. ചേലക്കര ബൈപ്പാസ് പദ്ധതിയുണ്ട്, അതെവിടെ? പഴയന്നൂർ റിംഗ് റോഡ് പദ്ധതിയുണ്ട്, അതെവിടെ? മുള്ളൂർക്കര റെയിൽവേ പാലം, അതെവിടെ? അതുപോലെ തന്നെ അറങ്ങോട്ടുകര വരവൂരിലേക്കുള്ള ചുരുക്കപ്പാതകൾ, അതുപോലെ തന്നെ വികസന പാതകൾ, 2 വരി പാതകൾ, ആ പദ്ധതികളെല്ലാം തന്നെ എവിടെ? ഈ ചേലക്കര മണ്ഡലത്തിനകത്തെ തൊട്ടു തീണ്ടാത്ത ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് കേവലം 12 കോടി 13 കോടിയായിട്ട് തന്നെ എടുക്കുക. 12,40,00,000 ഒതുങ്ങിയ ഒരു ബഡ്ജറ്റ് 13 കോടിയായിട്ട് തന്നെ എടുക്കുക. ഏകദേശം ഈ എല്ലാ മണ്ഡലത്തിനകത്ത് എടുത്ത് പരിശോധിക്കുമ്പോഴും 11 കോടി 12 കോടി 13 കോടി രൂപയാണ് ഓരോ മണ്ഡലത്തിനകത്തും വകയിരുത്തിയിരിക്കുന്നത്. ഏകദേശം 182 കോടി, പോട്ടെ 200 കോടി വകയിരുത്താം. 200 കോടി രൂപയിലാണോ ഈ കേരളത്തെ നിങ്ങൾ പുനഃസ്ഥാപിക്കാൻ പോകുന്നത്? ഈ 200 കോടി രൂപ കൊണ്ട് ഈ 140 മണ്ഡലങ്ങളിൽ നിങ്ങൾക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റും? പ്രഖ്യാപനങ്ങളിൽ 5,000 കോടിയും 6,000 കോടിയെല്ലാം വലിയ രീതിയിൽ പ്രഖ്യാപനങ്ങൾ പറയുന്നുണ്ട്. ആ പ്രഖ്യാപനങ്ങളൊക്കെ, കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞ പ്രഖ്യാപനങ്ങളൊക്കെ എവിടെ പോയി? ഇന്ന് നവമാധ്യമങ്ങളുള്ളത് കൊണ്ട് പൊതുജനങ്ങൾക്ക് നിരവധിയാർന്ന കാര്യങ്ങൾ ടൈമിൽ അറിയാനുള്ള അവസരങ്ങളുണ്ട്. ഈ നവമാധ്യമങ്ങളില്ലാത്ത കാലത്ത് ഈ ജനങ്ങളെ എത്രത്തോളം പറ്റിച്ചുകൊണ്ടാണ് ഈ ഗവൺമെൻറ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടിയായിട്ട് ഇതിനെ ഞങ്ങൾ കാണുകയാണ്. തീർച്ചയായിട്ടും മദ്യവർജനം എന്ന് പറഞ്ഞു. മദ്യവർജനം എവിടെയാണ് നടപ്പിലാക്കിയിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ? ഇവിടെ താഴെ എടുത്ത് പരിശോധിച്ചാൽ അറിയാം. മദ്യക്കുപ്പികൾ എടുക്കാം, മദ്യക്കുപ്പികളുണ്ട്, ഇവിടെ എല്ലാം ഉണ്ട്. ഈ മദ്യവർജനത്തിൻ്റെ പേരിൽ സ്വകാര്യവൽക്കരണത്തിന് വലിയ ആനുകൂല്യം കൊടുത്തിരിക്കുകയാണ്. ഓരോ പഞ്ചായത്തിലും 2-3 ബാറുകൾക്കാണ് അനുമതി കൊടുത്തിരിക്കുന്നത്. വലിയ വില കൊടുത്ത് വാങ്ങേണ്ടി വരുന്ന ബാറുകളിലെ മദ്യം വിവിധ രീതിയിൽ പഞ്ചായത്ത് റോഡുകളിലെല്ലാം തന്നെ ജനങ്ങളിരുന്ന് കഴിക്കുന്ന അവസ്ഥയാണ്. അതിന് ഏറ്റവും ഉദാഹരണമാണ് നമ്മൾ എടുക്കുന്ന ഓരോ ഉൾറോഡിലെ പഞ്ചായത്ത് റോഡുകളെടുത്താലും, ഗ്രാമാന്തര പ്രദേശങ്ങളെടുത്താലും, വയലോലകളെടുത്താലും. നമ്മുടെ വയലോലകളെ എത്രത്തോളം സംരക്ഷിക്കണം, എത്രത്തോളം വയലോലകൾ നികത്തപ്പെട്ടു, ഇതെല്ലാം തന്നെ ഈ ബഡ്ജറ്റിൻ്റെ കുറവ് കൊണ്ടാണ്. കേരളത്തിനെ പുനർനിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുള്ള യാതൊരുവിധ പദ്ധതിയും ഈ ബഡ്ജറ്റിനകത്ത് അവരോധിക്കപ്പെട്ടിട്ടില്ല. ഇത് ജനദ്രോഹപരമായ ബഡ്ജറ്റാണ്. ഈ ബഡ്ജറ്റ് ജനങ്ങൾ തിരിച്ചറിയും. അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിലൂടെ ജനങ്ങൾ മറുപടി തരും. ഇപ്പോൾ നമുക്കറിയാം, കേരളത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക
ചിന്താഗതിയോട് പ്രവർത്തിക്കുന്ന ഒരു പ്രദേശമാണ് തിരുനാവായ. തിരുനാവായക്കകത്ത് ജനലക്ഷങ്ങളാണ് ഒരു കുംഭമേളയുടെ അല്ലെങ്കിൽ ഒരു സാംസ്കാര പൈതൃകത്തിന്റെ പേരിൽ വന്നൊഴുകിയെത്തുന്നത്. അവിടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ മണ്ഡലമാണ് തൃത്താല. ആ തൃത്താല മണ്ഡലത്തിനകത്താണ് ഈ പരിപാടി നടക്കുന്നത്. അവിടെ ഒരു പാലം ആവശ്യമാണ്. രണ്ട് പ്രദേശത്തു നിന്നും വരുന്ന നിരവധിയാർന്ന വിശ്വാസികളുണ്ട് അവിടെ. ആ പ്രദേശത്ത് വരുന്ന വിശ്വാസികൾക്ക് താൽക്കാലിക പാലം നിർമ്മിച്ചുകൊണ്ടാണ് അവിടുത്തെ ഇന്ന് ആ പൈതൃക സംരക്ഷണം 250ഓളം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ സാംസ്കാരിക സംരക്ഷണം ഇന്ന് പുനരാരംഭിച്ചിരിക്കുന്നത്. അതിലേക്ക് എന്തെങ്കിലും ഒരു ബഡ്ജറ്റ് നിങ്ങൾക്ക് നീക്കിവെക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ഇവിടുത്തെ ഹിന്ദു സമൂഹത്തെ വെല്ലുവിളിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ വർഗീയവാദികൾ എന്ന് നിങ്ങൾ ആക്ഷേപിക്കുന്ന, അല്ലെങ്കിൽ വർഗീയ മാത്രം പറയുന്ന നിങ്ങൾ ഈ ഭൂരിപക്ഷം വരുന്ന സമുദായത്തിന് എഴുതി തള്ളപ്പെടുന്ന ഒരു ബഡ്ജറ്റാണ് ഇവിടെ ഇന്ന് അവതരിപ്പിച്ചിരിക്കുന്നത്. അതിൽ പിന്നോക്ക വിഭാഗക്കാർക്ക് ഒന്നുമില്ല. ചേലക്കര മണ്ഡലത്തിനകത്ത് ഞാൻ വീണ്ടും എടുത്തു പറയാം, കാർഷിക പദ്ധതികളിലൊന്നുമില്ല, റവന്യൂ പദ്ധതികളിലൊന്നുമില്ല, പിന്നോക്ക സമുദായങ്ങൾക്കൊന്നുമില്ല. അത്തരത്തിലൊന്നുമില്ലാത്ത ഒരു ബഡ്ജറ്റ്, വട്ടപൂജ്യമായിട്ട് അവതരിപ്പിച്ച ഒരു ബഡ്ജറ്റ്, തിരുവില്ലാമല പഞ്ചായത്തിന് 10 പൈസ പോലും ഇല്ലാത്തൊരു ബഡ്ജറ്റ്. ഇത്തരം ഒരു ബഡ്ജറ്റ് ഈ കേരളത്തിന് വലിയ വെല്ലുവിളികളാണ് ഈ ജനങ്ങളോട് ഈ കേരള ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്നത്. അതിനകത്ത് തന്നെ കോടിക്കണക്കിന് രൂപയുടെ കടം നമ്മുടെ കേരളത്തിനകത്തുണ്ട്. ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിക്കും 13 ലക്ഷത്തിൽ കൂടുതലാണ് കടം ഇന്ന് കേരളത്തിനകത്തുള്ളത്. ഇത്രയും കടം മുകളിൽ, നമ്മുടെ തലയിൽ ഏൽപ്പിച്ചുകൊണ്ട് ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുകയാണ് കേരള ഗവൺമെൻറ്. എന്തിനാണ് ഈ പൊളിയായിട്ടുള്ള ഈ ബഡ്ജറ്റ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലൊരു പ്രതിഷേധം മാത്രമാണ് ഈ വീഡിയോ.